സ്വിസ് ഭീഷണി മറികടന്ന് അർജന്റീന ഫിഫ ലോകകപ്പിന്റെ സെമിയിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ 3-1 ജയത്തോടെയാണ് ലോക ചാമ്പ്യന്മാർ അവസാന നാളിൽ കടന്നത്. നോർവയെ തോൽപ്പിച്ച ഇംഗ്ലണ്ടും സെമിയിലെത്തി. വിറച്ചു, പക്ഷേ വീണില്ല. അന്ത്യനിമിഷങ്ങളിൽ സ്വിസ് കോട്ട പൊളിച്ച ക്വാർട്ടറിൽ നിന്ന് കടന്നുകൂടി അർജന്റീന. കേപ്പ് വെർദെയും ഈജിപ്തും നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റിൽ നിന്ന് പാഠം പഠിച്ചുവെന്ന് തോന്നിപ്പിച്ച ആദ്യ നിമിഷങ്ങൾ. 10-ാം മിനിറ്റിൽ ആദ്യ ഗോൾ. ലിയോണൽ മെസ്സിയുടെ അളന്നുമുറിച്ച കോർണർ കിക്ക് അലക്സിസ് മക്കാലിസ്റ്റർ അതിസുന്ദരമായി വലയിലേക്ക് വഴിതിരിച്ചു. പിന്നെ കണ്ടത് അർജന്റൈൻ ഗോൾ മുഖം നിരന്തരം വിറപ്പിക്കുന്ന ചുവന്ന കുപ്പായക്കാരെ. ലിസാൻഡ്രോ മാർട്ടിനസും ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസുമെല്ലാം പലകുറി രക്ഷക്കെത്തി. എന്നാൽ 67-ാം മിനിറ്റിൽ എമിലിയാനോ മാർട്ടിനസിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലേക്ക് അടിച്ചു കയറ്റി ഡാൻ എൻഡോയെ. 72-ാം മിനിറ്റിൽ സ്വിസ് സ്ട്രൈക്കർ ബ്രീൽ എംബോളെ സ്വന്തം ടീമിനെ കുഴപ്പത്തിലാക്കി പുറത്തേക്ക്. ഫേക്ക് ഡൈവ് വാർ പരിശോധനയിൽ പിടികൂടിയതോടെ 2ാം യെല്ലോ കാർഡും മാർച്ചിംഗ് ഓർഡറും. സ്വിറ്റ്സർലാൻഡ് 10 പേരായി ചുരുങ്ങിയിട്ടും നിശ്ചിത സമയത്ത് കളി തീർക്കാനായില്ല ലോക ചാമ്പ്യന്മാർക്ക്. ഒടുവിൽ എക്സ്ട്രാ ടൈമിന്റെ 2ാം പകുതിയിൽ ഇരട്ട ഗോളോടെ അർജന്റീനയ്ക്ക് ആശ്വാസം. ആദ്യം 112-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തു നിന്ന് ഹൂലിയൻ അൽവാരസ് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പന്തിനായി ഒരു ചാലു കീറി. അർജന്റീന മുന്നിൽ. 121-ാം മിനിറ്റിൽ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് കിട്ടിയ പന്ത് കൃത്യമായി വലയിലെത്തിച്ച ലൗട്ടാരോ മാർട്ടിനസും. ലോക ചാമ്പ്യന്മാർക്ക് ഇനി ഇംഗ്ലീഷ് പരീക്ഷയാണ്. അവരെ മറികടക്കാൻ പക്ഷേ ഇക്കളിയൊന്നും പോരാ. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.